നിന്റെ യുദ്ധങ്ങളിൽ നീ നേരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തിയായിരിക്കും. പക്ഷെ അവർക്ക് മുമ്പിൽ നീ തോൽക്കില്ല. അവരെ ജയിക്കാനുള്ള കരുത്ത് നിന്റെ ഉള്ളിൽ നിന്നില്ല. കാരണം നിന്റെ ജയം ആഗ്രഹിക്കുന്ന കുറെ മനസ്സുകൾ ആ സമയം നിന്റെ ചുറ്റിലുണ്ടാകും. അവർക്ക് വേണ്ടി നീ ജയിച്ചേ മതിയോ. AATPയിലെ ഇതിഹാസം തീർക്കാനായിട്ട് പുതിയൊരു സർവീസ് കൂടി. കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോടേക്കും എറണാകുളത്തേക്കും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. പാലക്കാടിന്റെ സ്വന്തം ഇതിഹാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുള്ള ടാറ്റ അൾട്രാ സ്റ്റാർ ബസ്സിലാണ് 2 ബസ്സുകളാണ് എറണാകുളത്തേക്കും കോഴിക്കോടേക്കും ഇതിഹാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നവംബർ 29 ഇതിന്റെ ഇനാഗുറൽ റണ്ണാണ്. അപ്പൊ നമ്മൾ ഇനാഗുറൽ റണ്ണില് കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് വരെയുള്ള യാത്രാ വിശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എപ്പോഴത്തെ പോലെ ബസിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് യാത്രയിലേക്ക് കടക്കാം. ഇതിഹാസിന്റെ 2 ബസ്സുകളാണ് കോയമ്പത്തൂർ ഇങ്ങനെ നിരന്ന് രാജകീയമായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിഹാസിൻ്റെ ടാറ്റ മാർക്കോപോളോ അൾട്രാ സ്റ്റാർ ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതിഹാസ് ആദ്യം പ്രൈവറ്റ് മേഖലയിൽ സജീവമായിരുന്നു. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഇതിഹാസിൻ്റെ ബസ്സുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ അവരിപ്പോൾ ടൂറിസ്റ്റ് മേഖലയിലേക്ക് മൊത്തമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സുകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ആ ബസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള അതേ സെയിം ഫോണ്ടിൽ തന്നെയാണ് അവരുടെ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിഹാസ് എന്ന മലയാളത്തിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 സർവീസും ആദ്യം ഓപ്പറേറ്റ് ചെയ്തിരുന്നത് MTS ആയിരുന്നു. എറണാകുളം കോയമ്പത്തൂരും കോഴിക്കോട് കോയമ്പത്തൂരും. അവരുടെ പേരും മുകളിലായിട്ട് MTS എന്ന് കൊടുത്തിട്ടുണ്ട്. 2 വണ്ടിക്കും എഡീഷൻ നെയിമായിട്ട് ഫൗസ്റ്റീന എന്നുള്ളൊരു പേരോടെ കൊടുത്തേക്കുന്ന കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർ ബസ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആദ്യം ഒന്ന് നോക്കാം. 5400 വീൽ ബേസിലുള്ള വണ്ടിയാണ്. വണ്ടിയുടെ പവർ വരുന്നത് 150 HP ആണ് വണ്ടിയുടെ മാക്സിമം പവർ. ടോർക്കാണെങ്കിൽ 475 Nm ടോർക്കാണ് ഈ ഒരു ടാറ്റയുടെ അൾട്രാ ചേസിസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടാറ്റ അൾട്രയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 3300 cc ആണ്. 3.3 ലിറ്റർ എൻജിനാണ് അതിനകത്ത് ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളത്. ടയർ സൈസ് വരുന്നത് 235/75R 17.5 സൈസിലുള്ള അപ്പോളോയുടെ ടയേഴ്സാണ് കമ്പനി ഇതിൽ ഡീഫോൾട്ടായിട്ട് വെച്ചിട്ടുള്ളത്. ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 160 ലിറ്റേഴ്സാണ്. ആഡ്ബ്ലൂ ആണെങ്കിൽ 18 ലിറ്റേഴ്സാണ്. ഇതാണ് വണ്ടിയുടെ ബാക്ക് ലുക്ക്. മുകളിലായിട്ട് ഇതിഹാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അവരുടെ നമ്പർ, കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്, ബുക്കിംഗ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് റൂട്ട് കോയമ്പത്തൂരിൽ നിന്ന് കാലിക്കറ്റും കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയാണ് വണ്ടിയുടെ റൂട്ട് വരുന്നത്. ഇതിഹാസ് ട്രാവൽസിൻ്റെ വെബ്സൈറ്റും അതുപോലെ റെഡ് ബസ്സിന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂരിൽ നിന്ന് കാലിക്കറ്റിലേക്കാണ്. ഈ ബസ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ്. അങ്ങനെ 2 ബസ്സുകളാണ് ഇതിഹാസ് 29/11/2024 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് വണ്ടി ടാറ്റയുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ലുക്ക് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ബാക്കിയുള്ള ഇൻറ്റീരിയർ ലൈറ്റ്, ബാക്കിയുള്ള സ്വിച്ചുകളും ഇവിടെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് ടാറ്റയുടെ ഡീഫോൾട്ടായിട്ട് വരുന്നതാ എയർ സസ്പെൻഷനുള്ള സീറ്റുകളാണ് വണ്ടിയിൽ വെച്ചിട്ടുള്ളത്.
ഓൾമോസ്റ്റ് എല്ലാ ടാറ്റ എടുക്കുന്നവരും ഈ ഒരു ഡീഫോൾട്ട് സീറ്റാണ്. ഈ ഒരു കംഫർട്ട് ഉണ്ടല്ലോ ഡ്രൈവർക്ക്, ഒരു എയർ സസ്പെൻഷൻ, ആ ഒരു ഷോക്ക് അബ്സർ കംഫർട്ടുള്ള സീറ്റുകളാണ് ഡ്രൈവർക്ക് ടാറ്റ വെക്കാറുള്ളത്. എല്ലാം ഓൾമോസ്റ്റ് ഇപ്പം ഇറങ്ങുന്ന BS6 ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഈ ഒരു ടൈപ്പ് ഇത്രയൊരു ഹൈറ്റുള്ള സീറ്റുകളാണ് ടാറ്റ ഡീഫോൾട്ടായിട്ട് വെക്കുന്നത്. അതുപോലെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിവിടെ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ് വീലിന് കിട്ടുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഡയമീറ്റർ വരുന്നത് 330 mm ഡയാണ് വരുന്നത്. അതുപോലെ ഈ സീറ്റ് ഫ്രണ്ടിലേക്കും നമ്മൾ കാറിൻ്റെ ഒക്കെ പോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സീറ്റാണ് ഇതിനകത്ത് ടാറ്റ കൊടുത്തിട്ടുള്ളത്. ഗിയറിലേക്ക് നോക്കുകയാണെങ്കിൽ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറുമാണ് ടാറ്റയുടെ ഈ മോഡലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ നിന്നെല്ലാം വണ്ടി സ്റ്റാർട്ടായതായിട്ട് അറിയയില്ല കേട്ടോ. വളരെ നോയ്സ് ഉള്ളിലേക്ക് വളരെ കുറവാണ്. നമുക്ക് ഒരാൾക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ തക്ക രീതിയിലുള്ള വിടുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺജഷനൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ റിക്ലൈനിങ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റിക്ലൈനിങ് ഈ ഒരു സീറ്റുകൾക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആംറസ്റ്റ് 3 സൈഡിലായിട്ട് 2 സീറ്റിനും വന്നിട്ടുണ്ട്. ടാറ്റ ഇതിന് 4 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷമാണ് വാറണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. പാസഞ്ചേഴ്സിന് സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ബട്ടുണ്ട്, ഇതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് ഉറങ്ങി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ 2 സീറ്റിൻ്റെയും സെൻട്രൽ പോർഷനിലായിട്ട് USB ചാർജിങ് പോർട്ട് 2 പാസഞ്ചേഴ്സിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് റോയിൽ 5 എണ്ണം നോൺ പുഷ് ബാക്ക് സീറ്റാണ്. പക്ഷേ ഇതിന് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. ഈ ഒരു റിക്ലൈനിങ്ങിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. പുഷ് ബാക്ക് സീറ്റിൻ്റെ ഒരു കംഫർട്ട് തന്നെയാണ്. അധികം ബാക്കിലേക്ക് റിക്ലൈനിങ് പോകില്ല എന്നേ ഉള്ളൂ. പക്ഷേ സീറ്റിംഗ് കംഫർട്ട് വൈസ് ആ ഒരു പുഷ് ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് തന്നെയാണ് നമുക്ക് ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ വണ്ടി പാരബോളിക് സസ്പെൻഷൻ ആയതുകൊണ്ട് എയർ സസ്പെൻഷനുള്ള ഒരു ഫീൽ തന്നെയാണ് ബസ്സിൽ നമുക്ക് യാത്ര. ഇതിനുമ്പോൾ നമ്മൾ ഒരുപാട് ടാറ്റ അൾട്ര ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ പറയാണ് ആ ഒരു എയർ സസ്പെൻഷനുള്ള ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പാരബോളിക് സസ്പെൻഷനും ടാറ്റ കൊടുത്തിട്ടുള്ളത്. കോയമ്പത്തൂർ എറണാകുളം ഇതിഹാസിൻ്റെ സാരഥി വിപിൻ വടക്കഞ്ചേരി, അറ്റൻഡർ ശിവകൃഷ്ണൻ ഫ്രം പുതുക്കാട്, കോയമ്പത്തൂർ ടു കോഴിക്കോട് സാരഥി വടക്കഞ്ചേരി സ്വദേശിയായിരിക്കുന്ന റിജോ. ഹായ് ബ്രോ. ഇതിഹാസിൻ്റെ പുതിയ AITP സർവീസ് വൈകുന്നേരം 5:30 കോയമ്പത്തൂരിൽ നിന്നും പുലർച്ചെ 5:45 കോഴിക്കോട് നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോയമ്പത്തൂർ ഗാന്ധിപുരത്തു നിന്നും വാളയാർ, കഞ്ചിക്കോട്, പാലക്കാട്, ഒലവക്കോട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, കൊണ്ടോട്ടി, രാമനാട്ടുകര വഴിയാണ് കോഴിക്കോടേക്ക് എത്തിച്ചേരുന്നത്. കോയമ്പത്തൂർ ഗാന്ധിപുരത്തുള്ള തമിഴ്നാടിൻ്റെ SCTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള MTS ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള ബോർഡിംഗ് പോയിൻ്റ് വരുന്നത്. ബുക്കിങ്ങിനായിട്ട് നിങ്ങൾക്ക് റെഡ് ബസ് ആപ്പും അതുപോലെ ഇതിഹാസ് travels.com എന്ന വെബ്സൈറ്റും യൂസ് ചെയ്യാവുന്നതാണ്. കോയമ്പത്തൂർ മുതൽ കോഴിക്കോട് വരെ ഒരാൾക്ക് 525 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കോയമ്പത്തൂർ ഗാന്ധിപുരം മുതൽ കോഴിക്കോട് വരെ ഏകദേശം 180 കിലോമീറ്ററാണ് വരുന്നത്. ഈ കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് 4.5 മണിക്കൂറാണ് ഇതിഹാസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എടുക്കുന്നത്. പാലക്കാട്ടുകാരുടെ അഭിമാനമായിരിക്കുന്ന ഇതിഹാസ് 2010 ആരംഭിച്ചത്. സജീവ് തോമസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഇതിഹാസ് ഗ്രൂപ്പിന് 30ഓളം പ്രൈവറ്റ് റൂട്ട് ബസ്സുകൾ ഉണ്ടായിരുന്നു. 30ഓളം ബസ്സുകളെന്ന് പറയുമ്പോൾ പാലക്കാട് കോഴിക്കോട് രാജപാതയിലെ രാജാക്കന്മാർ തന്നെയായിരുന്നു ഇതിഹാസ് ഗ്രൂപ്പ്.
എന്നാൽ കൊറോണ കാലത്തിന് ശേഷം റൂട്ട് ബസ്സുകൾ ഓരോന്നായി ഒഴിവാക്കിയ ഇതിഹാസിൻ്റെ കയ്യിൽ ഇപ്പോൾ റൂട്ട് ബസ്സുകൾ ഒന്നും തന്നെ നിലവിലില്ല. നിലവിൽ 20 കോൺട്രാക്ട് കാരിയേജ് ടൂറിസ്റ്റ് ബസ്സുകളുമായാണ് ഇതിഹാസ് പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. കോൺട്രാക്ട് കാരിയേജ് മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇതിഹാസ് ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ മുതൽ കോഴിക്കോട് വരെയുള്ള മനോഹരമായ യാത്ര ആസ്വദിക്കാം. ഇല്ലാത്തതുകൊണ്ട് കലാമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരാളെ 1000 എനിക്ക് തന്നാൽ മതി.
ഉണ്ടാവും അല്ലേ? ആരെങ്കിലും റെഡിയാക്കി നോക്കാം. ഇല്ലാത്ത ആളാണ്. വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേസ് പാമ്പമ്പാലം. ആര് ഡയലോഗ് അടിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. റെയിൽവേസിന്റെ മറ്റേ അതിനോട് നോക്കാൻ പറയാം അല്ലേ? റെയിൽവേന്റെ ആ മറ്റേ ഇത് വെച്ചിട്ടില്ലേ സ്റ്റേഷനാണ്. അതവിടെ ഫ്രണ്ടിലേക്ക് കയറ്റിയിടാം, അല്ലെങ്കിൽ ആ ട്രാക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് തിരിച്ചിടാം. മറ്റേ റെയിലില്ല. ആ സർക്കിൾ അടിച്ചിട്ടുണ്ട് ഇട്ടാ മതി. കയറ്റി സർക്കിൾ അടിച്ചു അവിടെ പോയി തിരിച്ചു കിടന്നാൽ മതി. എവിടെ ഇവിടെ ഓപ്പൺ ആണല്ലോ. അയ്യോ അവിടെ പോയിട്ട് അവിടെ ഓടിച്ചു സർക്കിളിലേക്ക് ഓടിക്കാൻ പറ്റും. അതവിടെ കേട്ടോ. ഹലോ ചേട്ടാ, ഞാൻ ഒരു നമ്പർ തെറ്റാ, അതിലൊന്ന് വിളിക്കുമോ? 29 50
BRTC. അമാന ടൊയോട്ടോസിന് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. എൻ്റെ പേര് മാനോ. ഞാൻ പാലക്കാട് നിന്ന് ബസ് ബോർഡ് ചെയ്തത്. ബസ് കൊള്ളാം, നല്ല ബസ്സാണ്. ടാറ്റയുടെ പൊടി നല്ലൊരു ഇന്റീരിയർ ഉണ്ട്, കംഫർട്ടബിൾ ആണ്. ഇതുവരെ ഓൺ ടൈം കോഴിക്കോട് എത്തിയത് ഓരോ കുഴപ്പമില്ല. ഇതിഹാസ് അപ്പോൾ നിങ്ങളുടെ കോയമ്പത്തൂർ യാത്രയ്ക്ക് ഇതിഹാസം ഒന്ന് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.